പള്ളിയാണ്. Hey dude, I am listening. I am reading so much. വളർത്തിക്കോളി വളർത്തിക്കോളി. കുടിച്ചോ? ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചായ കുടിച്ചു. ചായ പിന്നെ അപ്പം തന്നെ ആയിരുന്നു കരുത്ത്. പിന്നെ ഒന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഉറുമ്പുണ്ടായാലുണ്ട് വണ്ടിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിക്കുന്നൊരു എന്താ പറയുക സ്പ്രേ ആണത്. പിന്നെ ബാക്കിയൊക്കെ ഓക്കെ സെറ്റാണ്. പോയി നോക്കാം ഇന്നത്തെ ദിവസം. ഇന്ന് ദിവസം തിങ്കളാഴ്ച തിങ്കളക്കിഴമയാണ്. ഓ ചിന്ന എടേ അച്ഛാ ആവി എടുത്താ അവിടെ വെച്ചേക്ക. ഓക്കെ ആ പോയി അവൻ ഇറങ്ങാം. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് പാലം നിറച്ച ആളുണ്ടായിരുന്നു രാത്രിയൊക്കെ. ഈ ഒരു നേരത്തൊന്നും ആരും ഇല്ലല്ലോ, ഉണ്ടാവില്ല. എല്ലാവരും ജോലിക്ക് പോയി, എല്ലാവരും പണിക്ക് പോയടേ. എല്ലാവരും പണിക്ക് പോയിക്കോട്ടെ. അതിനല്ലേ നാടിനും തന്നെ സ്വസ്ഥത വേണ്ടേ. ഫുൾ ടൈം കൂടെ അങ്ങനെ ഇരുന്നാൽ ശരിയാവും. സമയം 9:33 കേട്ടാ. തേങ്ങമല കഴിഞ്ഞിട്ടും 9:57 ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒരു 70 രൂപയുടെ ട്രിപ്പ്. 70 രൂപ എന്ന് പറയുമ്പോഴേക്ക് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. അത് കിട്ടി. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി നോക്കാം. കയ്യിലേക്കല്ല ഈ പൈസ കിട്ടിയത്, കൈനീട്ടാണെങ്കിലും അത് ഗൂഗിൾ പേ ആണ് വന്നത്. എനിക്ക് ഈ കൈനീട്ടൊക്കെ കയ്യിലേക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ 30 ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിലേക്ക് കൈനീട്ടാണല്ലോ. കയ്യിലേക്ക് അത് രസമാണ്. അത് കുഴപ്പമില്ല. 70 റുപ്യ നമുക്ക് 30 റുപ്യൻ്റെ മേലെ കിട്ടിയൊരു ട്രിപ്പാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഇനി എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാനൊന്നുമില്ല. ഉഷാറാവും. അയ്യോ മഴക്കാലമാണിത്. മഴക്കാലം. ജൂൺ 22 ജൂൺ 22 വേനൽ പോലെ നല്ല വെയിലാണ്. എന്താ പറയാ, നല്ല ചൂടുണ്ട്. ഇപ്പൊ തന്നെ ചൂടായി. അങ്ങനെയൊക്കെ ഇവിടെ റോഡിന്റെ പണി പുരോഗമിക്കുന്നു. അതിന്റെ കോൺക്രീറ്റിങ് ചെയ്യുന്ന വാഹനമൊക്കെ നമ്മൾക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ഇതിലൊക്കെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ റോഡ് കുറച്ച് ഹൈറ്റ് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഈ റോഡിന്റെ പണി പൂർത്തിയാവും എന്ന് തന്നെ കരുതാം. പിന്നെ ലൈനിൽ വണ്ടി നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. ഞാനൊരു ലോക്കൽ കൂടി കഴിഞ്ഞിങ്ങനെ വരികയാണ്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് ഓടി. സമയമൊക്കെ ഒരുപാടായി. 10:30 ആയിട്ടുണ്ട്. ചെങ്ങേമര സമയം 11:26. ഒരു 200 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാട്ടോ നമ്മൾക്ക്. അപ്പൊ ഇവിടെ നല്ലൊരു അതിമനോഹരമായിട്ടുള്ള കുളമുണ്ട്. ഞാൻ വന്നിട്ടുള്ള സ്ഥലം പത്തിരിയാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശരിക്കും 200 അല്ല, 220 ഉണ്ട്. പക്ഷെങ്കിൽ ബാർഗെയിനിങ് ആണ് ഭയങ്കരമായിട്ട്. തന്നില്ലോ 20 രൂപ. അതുപോട്ടെ, ഞാനെല്ലാവരെങ്കിൽ അത് കുളമുണ്ട്. നമുക്ക് ആ ഒരു കുളം കാണാം. അതിമനോഹരമായിട്ടുള്ള കുളം. അന്നാള് രാത്രി വന്നപ്പോ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി പോലെ. രാത്രിയല്ലേ, ചെക്കന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ. എന്നാൽ ആ ഒരു വ്യൂ കിട്ടില്ലല്ലോ. ഈ റോഡ് ഞാൻ നേരാണ്ട് വിട്ടാണ്ടല്ല നേരെ കുളത്തിക്കാൻ. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മൾ കുളത്തിന് ചുറ്റിയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് ഇങ്ങനെ പോകുന്നത് കുളത്തിന് ചുറ്റിയാണ്ട്. കൊള്ളാമോ? അവിടെ ആളുകള് സ്ത്രീകൾ വിളിക്കുന്നുണ്ട്. ഇതാണ് കുളം. ഏതാണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു കുളമല്ല, വലിയൊരു കുളമാണ്. ഞങ്ങളെ തൊട്ടടുത്ത് ഇത്രയും വലിയൊരു കുളം ഉള്ളതൊന്നും ഇവിടെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ നാട്ടിലും ഉണ്ടൊരു കുളം. അതിന് കണ്ടില്ലല്ലോ, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചെറിയ കുളമാണ്, എന്നാലും അത്യാവശ്യം നല്ലൊരു കുളം. പിന്നെ കുളക്കരയിൽ നിന്നും നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ഇതിൻ്റെ സ്കൂളിൽ പഠിച്ച ടൈമിലൊക്കെ ഞാൻ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്, കുളിക്കാനല്ല ചാടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ചാടി കുളിക്കാനേ. അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ബസ്സിനൊക്കെ കയറി രസമായിട്ട് അങ്ങനെ കൂട്ടം കൂടിയിട്ട് അങ്ങനെ വരും. പിന്നെ ഈ ഭാഗത്തൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ വീട്ടിലൊക്കെ പോകും. അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കൊരു കുടുംബം ഉണ്ടായാൽ മതി. ആരുടെയെങ്കിലും ഒരു കുടുംബക്കാരോട് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ഓരോ വീട്ടിൽ പറഞ്ഞാൽ പോരാ. ഇവിടെ വന്ന് കുളത്തിലൊക്കെ ചാടി നൈസായിട്ട് ഓരോ വീട്ടിലൊക്കെ ഒന്ന് പോയി അവിടെ നല്ല ചക്കയും മാങ്ങയൊക്കെ തിന്ന് രസമാണ്. ഒരു കാലം. 12:40 മറ്റേ ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പൊക്കെ ഒരു ലോക്കൽ കിട്ടി. അത് കിട്ടിയത് കൊടുക്കാറിയാം നാട്ടിക്ക്. അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ സമയം 12:40
ഇപ്പൊ ഒരു ലോക്കറും കൂടി ഒക്കെ വേണമെങ്കിൽ പോയി എടുക്കാം. പക്ഷെ എങ്കിൽ ഞാനൊന്ന് ഇടക്കൈക്കിലൊന്നും കഴിച്ചിട്ടില്ല, ഇടത്തിയില്ല. അതായത് ചായ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചായ കുടിക്കണം. ചെറിയൊരു ലഹ തരുമോ? ഞാനവിടെ കൊണ്ട് ചാടിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ ചായ കുടിക്കാത്തോണ്ടേ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1:30 ആകുമ്പോഴേക്കട്ടെ ഇറങ്ങാം. അതാവും നല്ലത്. എന്തിങ്ങനെ കൂത്തിരിക്കണോ? അതിപ്പോ ശരിക്കായിരുന്നത് കുറച്ചേരം നടക്കട്ടെ. ഇപ്പൊ മാറിയില്ലേ ക്ഷീണത്തിനാ വെള്ളം കുടിക്കണേ. വെള്ളം കുടിക്കുക, കഞ്ഞി കുടിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ മാറത്. എന്താ ഇപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേറെ? അതിൽ ഓർക്കുക ചോറ് കൊണ്ട്. ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒന്ന് കുത്തിരിക്കാൻ പാടില്ല. ഇങ്ങനെ രാവിലെ നീച്ചിട്ട് ചായ കുടിച്ചാണ് പോയി കടന്നൊക്കെ നീപ്പിച്ചതാണ്. ഭയങ്കര നല്ല മഴയാണ്. ഞാൻ നൈസായിട്ട് വണ്ടിക്ക് കയറും. അപ്പോൾ സമയം എന്ന് പറയുന്നത് 1:30. നല്ല മഴ പെയ്യുന്നുണ്ട് ഉച്ചയ്ക്കൊക്കെ. ചോറുണ്ട് കേട്ടോ, ചോറുണ്ട്. ക്യാമറ ഇതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഒരു ലോക്കലുണ്ട്. അപ്പോൾ ആ ലോക്കലിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ലോക്കൽ നമുക്ക് അങ്ങാടി പോയിട്ട്, അങ്ങാടിയിലല്ല, ഇവിടെ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആൾക്കാരെ എടുത്താണ്ട് നാട്ടിൽ കൊണ്ടുവരാം. മഴ ആയതുകൊണ്ട് എനിക്ക് വേറെ വണ്ടി കിലോ. മഴ പെയ്തിട്ടാണോന്ന് അറിയില്ല, സ്റ്റാൻഡിൽ വണ്ടി കമ്മിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 ലോക്കലെടുത്തു. വണ്ടി കമ്മിയുണ്ട്. 1 2 3 4 5 6 വണ്ടി. 6-ല് 7ാമത്തെ വണ്ടിയായിട്ട് നമ്മൾ ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ 7 വണ്ടിയായി. 7ാമത്തെ വണ്ടിയാണ്. പെട്രോൾ പമ്പിലാണ്. എണ്ണ അടിക്കണം. ഇന്ന് എണ്ണ അടി നിർബന്ധമാണ്. ഒരു 250, 250. നീ 240 മതി. 250 അടിക്കണം എന്നൊക്കെ കരുതി. പക്ഷേ ആകെ ഒരു 50 നോട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ. അത് ചിലവാക്കേണ്ടത്. ഇത് 10 രൂപ കമ്മിയാക്കി. കുഴപ്പമില്ല, പ്രശ്നമല്ല. നമുക്ക് ഓടി ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത് അടിക്കാൻ. ഇതിപ്പോ എണ്ണടിയാണ് മെയിനായിട്ട് നടക്കണുള്ളൂ കേട്ടോ. എന്തുകൊണ്ടല്ലോ പറയാം, മെയിനായിട്ട് നടക്കുന്ന പരിപാടി അത്. ഇപ്പൊ 250 എണ്ണക്ക് നമ്മൾ എത്ര രൂപ ഓടും? 1000 രൂപയ്ക്ക് പോലും നമ്മൾ ഓടൂല. നമ്മളൊരു 800 900 രൂപ. അതാണെങ്കിൽ മാറി വരുന്നുണ്ട് ചില ദിവസം. ചെങ്ങമര നാട്ടിൽ ഒരു ലോക്കൽ വന്നാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയണൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം നല്ല കാറ്റുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. മുന്നിക്കൊക്കെ നോക്കിയാൽ കണ്ടില്ല, നല്ല കാർമേലൊക്കെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. നല്ല അടിച്ചപ്പച്ച കാറ്റാട്ട. ഞാനേ മൈക്ക ഇങ്ങനെ ഒപ്പി പിടിച്ചേക്കുവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയണ കേൾക്കൂല, കാറ്റെടുക്കും. പെട്ടെന്ന് കാലാവസ്ഥ ഒറ്റയ്ക്ക് ചേഞ്ചായി. ചെറുതാ വെളിച്ചം വരുന്നുണ്ട്. വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കാറ്റ് മഴനെ കൊണ്ടുപോകുകയാവും. കാർമേഘങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മഴയില്ല. അപ്പൊ നാട്ടിക്ക് 4ാമത്തെ പോക്ക. ചെക്കന്മാര് പണി കയറി വന്നിട്ടേ ഓല അങ്ങനെ കൊണ്ടാക്കുകയാണ് പണി. ഇപ്പൊ ഇവിടെ പ്രശാന്ത് ഉണ്ട്, നമ്മളെ കാത്തിക്കണം. തേങ്ങടെ ഓട്ടം ഏതായാലും ഇല്ല. എത്ര നേരം അറിയാം. നേരത്തെ ലോക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയില്ല. ലൈനാണ് ഇങ്ങനെയില്ല. കുറച്ച് പൂളപ്പൊരി വാങ്ങിയാണ്. പൂളപ്പൊരി. അപ്പൊ അതുകൊണ്ട് ഇന്നിങ്ങനെ ഒത്തിരിക്ക. നല്ല കറുമുറു. അത് കഴിഞ്ഞു. അത് 2 ചേടാറുണ്ട്. വേണോ ചോടാ? ഞാൻ വണ്ടിയിലിരുന്നു. ആനക്ക കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ഇനി കജ്ജൊക്കെ ഒന്ന് കഴിക്കണം. മുളകും പൊടി ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. സമയം
ഉച്ചയ്ക്ക് ശേഷം വലിയ മോശമൊന്നുമില്ല കേട്ടോ. ലോക്കലുകളാണ്. ലോക്കൽ ഇപ്പോഴും തന്നെ ഒരു ലോക്കലിൽ ഇങ്ങനെ കെട്ടിക്കൂടി നിൽക്കും. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നതാ ഓയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇവിടെ ലോറിയും ബസ്സും ഗുഡ്സും ഓട്ടോറിക്ഷയും ബൈക്കും എന്തിൻ്റെ പണി എടുക്കണ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഓയിൽ എടുത്തിട്ട് നേരെ നാട്ടിലേക്ക്. ഇപ്പം സമയം 6:05. ഈ നേരം വരെ ലോക്കലുകൾ ഓടി തന്നെയാണ്. നാട്ടിൽ തന്നെ ഞാനൊരു 8-10 വട്ടം ഉച്ചയ്ക്ക് ശേഷം പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. ഇത് ഞങ്ങളുടെ മഞ്ചേരി റോഡ്. ഇവിടെ പിന്നെ കുറച്ച് വൺ വേ കേട്ടോ. ഒരു ബസ് നല്ലൊരു പോക്ക് കൂട്ടത്തിലപ്പോൾ അതാണ് ഗാലക്സി. എന്താ പിന്നെ ടൈം ഇതൊരു 60 ഉറുപ്പ്യ കിട്ടി. ഇന്ന് നമുക്ക് കാര്യപ്പെട്ട ഒരു ട്രിപ്പ് പറയാൻ നമുക്ക് രാവിലെ ഉച്ചക്ക് മുമ്പ് കിട്ടിയൊരു 200 ഉറുപ്പ്യൻ്റെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നേരം വരെ ഉച്ചയ്ക്ക് ശേഷം കാര്യപ്പെട്ട ഒരു വലിയൊരു ട്രിപ്പ് പറയാൻ മാത്രമല്ല, അല്ലെങ്കിൽ വലിയ സംഖ്യന്റെ ട്രിപ്പ് ഇല്ല കേട്ടോ. ചേട്ടാ അവിടെ നിർത്തിണ്ടേ ഉള്ളൂല്ലേ. ഇവിടെ നിർത്തേണ്ടതാണ് ഈ വണ്ടി. അവിടെ നിർത്താതെ അത് പോരും. ചില ആളുകൾക്ക് പുതിയ ആളുകൾ വരുമ്പോഴേ എവിടെയാണ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ്. എന്നാലും ഡ്രൈവർമാർക്ക് അല്ലേ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ആ ഒരു വണ്ടി നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ അത് തന്നെ റോഡ് ഫുള്ളാണെങ്കിൽ പിന്നെ നമുക്ക് അതിലെ പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതൊക്കെ നമ്മള് എന്താ പറയാ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നല്ല നടക്കുള്ളൂ. കാട്ടനങ്ങാടിയൊക്കെ ഉണ്ടാവും മിക്കവാറും. കാട്ടൻ പോരോ ഉണ്ടോ? കാട്ടൻ ഉണ്ടും പോലെ. കാട്ടൻ പോട്ടെ. ഇവിടെ കുട്ടിപ്പട്ട ആളുകൾ മീൻ പിടിച്ചിട്ടുണ്ട്. മീൻ കിട്ടിയോ? എവിടെ എവിടെ മീന്? മീൻ കിട്ടി മീൻ കാണട്ടെ. വളർത്തിക്കോളി വളർത്തിക്കോ. ചെങ്ങന്മാരെ ബാറിലാണ് ലാസ്റ്റ് ട്രിപ്പാണ് ഇതിന്റെ. സമയം 7:30. ഒരു ഒഡീഷക്കാരനാണ് നമുക്ക് ട്രിപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. ആള് ഫുള്ള് ഇംഗ്ലീഷൊക്കെയാണ്. പക്ഷെ നല്ല മൂടാണ്. എന്താകും എന്നറിയില്ല. അതിനകത്ത് എത്തിക്കാന്ന് കരുതിയിട്ടാണ്. മനസ്സിലായല്ലേ? बच्चन देखो इसको तुम इंटरनेट में पे लाओ, ठीक है? मोहम्मद गरीब को कौन जीता? എന്തൊക്കെയാ പറയണ്ടേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. मोहम्मद गरीब को अशोक सम्राट ने जीता. कौन? നമ്മ കസ്റ്റമർ ഇടാ പള്ളിയാണ്. I am listening. I am reading so much. You cannot imagine. Okay. അടിച്ച സാധനം ഏതാണാവോ? I am not a poor people. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ ഒഡി ഉണ്ട്. But it is very low. So Musliman realistically start to only in the Kerala. यहाँ राज करना चाहते हैं मुसलमान लोग, तभी हिंदू भी दिख पाता है. अरे इसको मत मारो, मेरे को मारो, मैं हूँ ना तो मैं निकाल दो मुझे. ഒരു വള്ളി കയറിയതാ. ये लोग का गलती है. വല്ലാത്തൊരു പിരാന്തൻ തന്നെ കേട്ടോ. ഓൻ എന്തൊക്കെയാ പറയണ എനിക്ക് തന്നെ മനസ്സിലാവണല്ല. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പപ്പാടെ കലക്കി തുപ്പാണോ. സ്വാണിമ്പലത്തെ എത്തിക്കണ്. ഇവിടെ എന്തൊരു സാധനം വാങ്ങട്ടെ എന്നും പറഞ്ഞു പോയതാ. 10 ഉറുപ്പ്യൊക്കെ വേറെ തരാന്നൊക്കെ പറഞ്ഞു. ഈ ഓവറായിട്ട് മദ്യപിച്ച ആൾക്കാരെ വണ്ടിയിൽ കൊണ്ടുപോകാൻ നല്ല പേടിയാണ്. ഞാൻ സാധാരണ എടുക്കാറില്ല. പിന്നെ ഇപ്പൊ ഇതെന്താ വെച്ചാല് നിവർത്തിയോടുകൊണ്ട് കൊണ്ടുപോകാൻ തന്നെ ഉള്ളു. കാരണം ഒരൊറ്റയ്ക്ക് ആകുമ്പോഴാണ് വിഷയം. വേറെ ആളൊപ്പണേ തിരക്കില്ല. ഒറ്റയ്ക്ക് ആകുമ്പോൾ വണ്ടിന്ന് വീഴ്ക്കാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാല് വേറെ വലിയൊരു പണിയാവും. അതാണ് പ്രശ്നം. എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. എന്ത് കടയൊക്കെ പോയതാവോ? बिस्मिल्लाहिर्रहमानिर्रहीम. अल्लाह जानता है मोहम्मद का मर्तबा. താങ്ക് യു. ഓക്കെ അതായത് ചെക്കനെ ഇറക്കിട്ടോ.
150 തന്നത്. 150 പോയിന്റ് തന്നെ. 150 പോയിന്റിക്ക് തന്നെ വന്ന ബാറ് പോയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് 150 വരും ഇങ്ങോട്ടേക്ക്. ഏതായാലും അത് കൊള്ളാം. വലിയ അലമ്പൊന്നും ഇല്ല ആളിങ്ങനെ കുറച്ച് തൊള്ളടുണ്ട് തന്നെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, എല്ലാവരെയും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും പറ്റില്ലേ. ഇപ്പത്തെ കാലാണ് ഇതൊക്കെ ഒരുപാട് ഓവറായി. വേറെ എന്തെങ്കിലും രീതിക്ക് നമ്മുടെ സംസാരം എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറി അവരുടെ മാറി അത് ഇങ്കിയായി തലവേദന ആവും. വെറുതെ ഇങ്ങനത്തെ വള്ളികളൊന്നും ഞാൻ അടുക്കലില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ എന്നാൽ പോലും നമുക്ക് സാധാരണ തോന്നുന്നതൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട്. ഇതിപ്പോ ഇത്രയും ദൂരത്തേക്ക് 150 ട്രിപ്പാണ് എന്നുള്ളത് കൊണ്ട് കൊണ്ടുവന്നൊന്നല്ല. ഇതിന്റെ മുമ്പ് എനിക്ക് പല ട്രിപ്പ് ഇതിനേക്കാൾ വലുത് വരെ വന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല. ഞാനൊരാൾ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് വേറെ ആരും കൊണ്ടുപോകില്ല. ഒരാളെ സ്കിപ്പാക്കി കഴിഞ്ഞാല് പിന്നെ എല്ലാവർക്കും പേടിയായി. കാരണം കുറച്ച് പച്ചക്കറി വാങ്ങണം. അപ്പൊ പച്ചക്കറി കട ഉണ്ട് പോകുന്ന വഴിയത്. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടും പോവാം. ഒരു 200 ഉള്ളിലൊക്കെ ഒതുങ്ങുന്ന രീതിയിൽ നോക്കട്ടെ. പച്ചക്കറി 170 വാങ്ങി. ഇനി കുറച്ച് ഫ്രൂട്ട്സ് എത്ര? ഡ്രാഗൺ ഫ്രൂട്ട് എത്ര? സ്ട്രോബെറി ഇല്ലല്ലോ, ഡ്രാഗനോ? അത് ഒന്ന് വെച്ചോക്കാം. ടിവിന്റെ സൗണ്ട് വെക്കണ്ട, ഉറങ്ങിയേക്കണോ? ഏയ് ഹലോ ഹലോ, മക്കളെ ഒരു ഹലോക്കൊരു മറുപടിയും കൂടി ഇല്ലല്ലോ. എന്താ ഹലോ മറുപടി ഇല്ലാത്ത? എല്ലാരും ചോദിക്കേ സുഖായില്ലേ? സുഖായോ? സുഖായോ? ആ കലക്കിയ വെള്ളം കുടിച്ചിട്ടുണ്ടോ? കുടിച്ചോ? പനിയോ? ഒക്കെ മാറി. ഡ്രാഗൺ ഫ്രൂട്ട് ഓള് സ്ട്രോബെറി വേണമെന്നാ പറഞ്ഞത്. അപ്പൊ അത് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നിന് 140 വില. മുറിച്ചേരാ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിലായിട്ട് ഓടിയിട്ടുള്ളത് 1320 രൂപക്കാണ്. ചില ദിവസം ഇങ്ങനെയാണ് അടിച്ചാൽ പൊളിച്ചോട്ടേക്കാർ. അതൊന്ന് മുറിച്ച് കൊടുക്കട്ടോ കേട്ടോ. എന്തേ അമ്മയുടെ അതെ അത് ഗ്രേ അല്ലേ? റോസ് കളർ. ആ തൊലി എടുത്തളാം, അങ്ങനെ വലിച്ചെടുത്തളാം. ഓക്കെ, ഷാപ്പിട്ടോ? രസമുണ്ടോ? ആകട്ടെ. യമ്മി. എനിക്ക് അത്ര ഇഷ്ടമാവലൊന്നുമില്ല, പക്ഷെ ഇവർക്കാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതാ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം ബാക്കി. ഓക്കെ, ബൈ.